വിപിൻ അപ്പോൾ എവിടെയാണ് ഇത് പഠിച്ചത്? വിപിൻ പഠിച്ചത് ഡൽഹിയിലാണ് സർ. അപ്പോൾ അന്ന് നമ്മുടെ നാട്ടിൽ ഈ കോഴ്സുകളൊന്നും ഇല്ല? ഇല്ല, അന്ന് നമ്മുടെ നാട്ടിൽ കോഴ്സ് ഇല്ല. ആ സമയത്താണ് വിപിൻ്റെ മനസ്സിലൊരു സ്പാർക്ക് ഉണ്ടാവുന്നത്. അതെ, എന്തായിരുന്നു? ബിബിൻ ഒരു മെഡിക്കൽ കോഡറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ബിബിൻ എന്നോട് ചോദിക്കുന്നത്, നമുക്ക് ഇങ്ങനൊരു കോഴ്സ് നാട്ടിലില്ല, എങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാൽ എന്താണെന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ മെഡിക്കൽ കോഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു? അതെ, ഞങ്ങൾ അന്നൊരു തീരുമാനം എടുത്തു. ഓക്കെ. അപ്പോൾ അദ്ദേഹം മെഡിക്കൽ കോഡിങ്ങിലാണ് ജോലി. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ശമ്പളമൊക്കെ ഉണ്ട്? അതും ഞങ്ങളൊരു ഡൈവേർഷനായി സാർ. കാരണം ഞങ്ങൾ 6,000 രൂപ നഴ്സിംഗ് ജോലി, 6,000 രൂപയിൽ നിന്നാണ് 33,000 ഞങ്ങൾ എത്തുന്നത്. 6,000 രൂപ അന്ന് നഴ്സിംഗ് കിട്ടുന്നുണ്ടായിരുന്നു? അതെ അതെ. അതിൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ അപ്പോൾ 33,000 അന്നത്തെ കാലത്ത് ഒരു വലിയ തുക തന്നെയാണ്. ഭയങ്കര വലിയ തുക. അതൊരു തിരിച്ചറിവാണ്. അതെ. അപ്പോൾ അങ്ങനെ മെഡിക്കൽ കോഡിംഗ് കോഴ്സിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ഇതിന്റെ സ്കോപ്പും ഫ്യൂച്ചറും മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെയാണ് സ്ഥാപനം തുടങ്ങിയത്? കൊച്ചി എടപ്പള്ളിയിലാണ്. എന്താണ് അതിന്റെ പേരിട്ടത്? സിഗ്മ. സിഗ്മ. എന്താണ് ഈ സിഗ്മ? സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ആ പേരിട്ടു അങ്ങനെ സിഗ്മ.